ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റൻറ്റ് ഹീറ്റ് സമ്മേഷൻ. ഹെസ്സസ് ലോ പ്രകാരം if a reaction takes place in several steps, then its standard reaction enthalpy is the sum of the standard enthalpies of the intermediate reaction into which the overall reaction are divided at the same temperature. ഹെസ്സസ് ലോയുടെ ചുരുക്കരൂപം, if a reaction takes place in a single step or multiple step, the enthalpy change remains constant. ഒരു കെമിക്കൽ റിയാക്ഷൻ സിംഗിൾ സ്റ്റെപ്പിലൂടെ നടന്നാലും മൾട്ടിപ്പിൾ സ്റ്റെപ്പിലൂടെ ഒന്നിലധികം സ്റ്റെപ്പിലൂടെ നടന്നു കഴിഞ്ഞാലും അതിൻ്റെ എൻതാൽപ്പി ചേഞ്ച് സെയിം ആയിരിക്കും. മൾട്ടിപ്പിൾ സ്റ്റെപ്പിന് മറ്റൊരു എൻതാൽപ്പി ചേഞ്ചും സിംഗിൾ സ്റ്റെപ്പിലൂടെ റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ ഒരു എൻതാൽപ്പി ചേഞ്ചും ആയിരിക്കില്ല. നമുക്കവിടെ എ എന്നുള്ള ഒരു റിയാക്റ്റൻ്റ് ഡി എന്ന പ്രോഡക്റ്റ് ആയിട്ട് മാറണം ഒരു സിംഗിൾ സ്റ്റെപ്പിലൂടെ. എ എന്നുള്ള റിയാക്റ്റൻ്റ് ഡി എന്ന പ്രോഡക്റ്റ് ആയിട്ട് മാറുകയാണ്. അപ്പം ഉണ്ടാവുന്ന ഒരു എൻതാൽപ്പി ചേഞ്ച്. ഇനി നോക്കുക, അതേ റിയാക്ഷൻ തന്നെ ആദ്യം എ എന്ന റിയാക്റ്റൻ്റ് ബി എന്ന ഒരു പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് മാറുന്നു. ബി പിന്നീട് സി എന്ന മറ്റൊരു പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു. പിന്നീട് സി എന്ന പ്രോഡക്റ്റ് ഡി ആയിട്ട് മാറുന്നു. അപ്പോൾ എ നേരിട്ട് ഡി ആവുന്ന സമയത്തുണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ചും, എ ആദ്യം ബി ആയി, ബി സി ആയി, സി ഡി ആയി, ആ സമയത്ത് ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ചും സെയിം ആയിരിക്കും. അതായത് എ എന്ന കോമ്പൗണ്ട് ഡി എന്ന കോമ്പൗണ്ട് ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ച് ഈക്വൽ ടു എന്തിന് ഈക്വൽ ആയിരിക്കും? എ ബി ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ച് പ്ലസ് ബി സി ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ച് പ്ലസ് സി ഡി ആവുന്ന സമയത്തുള്ള എൻതാൽപ്പി ചേഞ്ച്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ എ ഡി ആവുന്ന സമയത്തുള്ള എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ ആർ എച്ച് എന്ന് കൊടുക്കുകയാണെങ്കിൽ, എ ബി ആവുന്ന സമയത്തുള്ള എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ എച്ച് വൺ എന്ന് കൊടുക്കുകയാണെങ്കിൽ, ബി സി ആവുന്ന സമയത്തുണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ എച്ച് ടുവും, അതേപോലെ സി ഡി ആവുന്ന സമയത്തുണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ എച്ച് ത്രീ ആക്കുകയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റും. ഡെൽറ്റ ആർ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് വൺ പ്ലസ് ഡെൽറ്റ എച്ച് ടു പ്ലസ് ഡെൽറ്റ എച്ച് ത്രീ. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് കാർബണും ഓക്സിജനും. ഏറ്റവും മുകളിൽ നോക്കുക, കാർബണും ഓക്സിജനും. കാർബണും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറുകയാണ്. കാർബണും ഓക്സിജനും കൂടി ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ -94 കിലോ കലോറിയാണ്. ഇനി നോക്കുക, അതേ കാർബൺ ഡൈ ഓക്സൈഡ് ആദ്യം എന്തായിട്ട് മാറുകയാണ്? കാർബണും ഓക്സിജനും കൂടി ചേർന്ന് കാർബൺ മോണോക്സൈഡ് ആവുന്നു. ആ കാർബൺ മോണോക്സൈഡ് ആകുന്ന സമയത്ത് ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് -26 ആണ്. ആ കാർബൺ മോണോക്സൈഡ് പിന്നീട് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറുകയാണ്. ആ സമയത്ത് ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് -68 കിലോ കലോറിയാണ്. അപ്പോൾ കാർബൺ ഓക്സിജനും കൂടി ചേർന്ന് നേരെ കാർബൺ ഡൈ ഓക്സൈഡ് ആവുന്ന സമയത്ത് 94 കിലോ കലോറിയാണ്. അതേ കാർബണും ഓക്സിജനും കൂടി ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആവുന്നത് 2 സ്റ്റെപ്പിലൂടെ. ആദ്യം കാർബൺ മോണോക്സൈഡ് ആവുന്നു -26 കിലോ കലോറി, പിന്നീട് കാർബൺ മോണോക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആവുന്നു. ആ സമയത്ത് ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ച് -68 കിലോ കലോറി. അപ്പോൾ നമുക്ക് ഈ 94 ഈസ് ഈക്വൽ ടു സിംഗിൾ സ്റ്റെപ്പിലൂടെ ഉണ്ടായ എൻതാൽപ്പി ചേഞ്ച് -94 ഈസ് ഈക്വൽ ടു -26 പ്ലസ് -68 എന്ന് കൊടുക്കാൻ പറ്റും. ഇതാണ് ഹെസ്സസ് ലോ പറയുന്നത്. ഹെസ്സസ് ലോയുടെ 3 അപ്ലിക്കേഷൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ഡിറ്റർമിനേഷൻ ഓഫ് എൻതാൽപ്പീസ് ഓഫ് റിയാക്ഷൻസിൻ്റെ എൻതാൽപ്പീസ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഹെസ്സസ് ലോ അപ്ലൈ ചെയ്യാം. ഹെസ്സസ് ലോ പെർമിറ്റ്സ് us to treat thermochemical equations just like algebraic equations. നമുക്ക് ഈ ഹെസ്സസ് ലോ ആൾജിബ്രിക് സം പോലെ, ആൾജിബ്രിക് സമ്മിൽ എങ്ങനെയാണോ നമ്മൾ ആഡ് ചെയ്യുന്നതും സബ്സ്ട്രാക്ട് ചെയ്യുന്നു മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതേപോലെ നമുക്ക് ഈ തെർമോകെമിക്കൽ ഇക്വേഷനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. Thus the law can be used to calculate the enthalpies of reaction which cannot be directly determined. ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റാത്ത, ഡിറ്റർമിൻ ചെയ്യാൻ പറ്റാത്ത റിയാക്ഷൻസിൻ്റെ എൻതാൽപ്പീസ് നമുക്ക് ഈ ഹെസ്സസ് ലോയുടെ ഈ ഒരു
ഭാഗം ഉപയോഗിച്ച് അല്ലെങ്കിൽ ഹെസ്സസ് ലോയുടെ അഡീഷനും സബ്സ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ വഴി നമുക്ക് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. കാൽക്കുലേഷൻ ഈസ് ഡൺ ഫ്രം നോൺ എൻതാൽപ്പീസ് ഓഫ് സം അതർ അപ്രോപ്രിയേറ്റ് റിയാക്ഷൻ. ഒന്നോ അതിലധികമോ റിയാക്ഷൻസ് ഉപയോഗിച്ച് ആ റിയാക്ഷൻസിൻ്റെ എൻതാൽപ്പി ചേഞ്ചിൽ നിന്നാണ് നമ്മൾ അൺനോൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റാത്ത റിയാക്ഷൻ്റെ എൻതാൽപ്പി ഡിറ്റർമിൻ ചെയ്യുന്നത്. അതിൻ്റെ പ്രോബ്ലംസ് നമ്മൾ അടുത്തതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത് ഡിറ്റർമിനേഷൻ ഓഫ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. There are a large number of compounds which cannot be synthesized directly from their constituent elements. നമുക്കറിയാം എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റുവൻ്റ് എലമെൻസിൽ നിന്ന് കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എൻതാൽപ്പിയാണ്. എന്നാൽ കുറേ അധികം കോമ്പൗണ്ട്സ് ഡയറക്റ്റായിട്ട് അതിൻ്റെ കോൺസ്റ്റുവൻ്റ് എലമെൻസിൽ നിന്ന് സിന്തസൈസ് ചെയ്യുന്നില്ല. അതിൻ്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി ഇൻഡയറക്റ്റ് മെത്തേഡ് വഴി നമുക്ക് ഹെസ്സസ് ലോ അപ്ലൈ ചെയ്ത് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ ഹെസ്സസ് ലോയുടെ അപ്ലിക്കേഷനാണ് ഡിറ്റർമിനേഷൻ ഓഫ് എൻതാൽപ്പി ഓഫ് ട്രാൻസിഷൻ ഓഫ് അല്ലോട്രോപിക് ഫോംസ്. അല്ലോട്രോപിക് ഫോംസിൻ്റെ, അതായത് ഒരു അല്ലോട്രോപിക് ഫോമിൽ നിന്ന് മറ്റൊരു അല്ലോട്രോപിക് ഫോമിലേക്കുള്ള ട്രാൻസിഷൻ നടക്കുന്ന സമയത്തുള്ള എൻതാൽപ്പി ചേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഹെസ്സസ് ലോയുടെ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഹെസ്സസ് ലോ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അല്ലോട്രോപിക് മോഡിഫിക്കേഷൻസ് സച്ചസ് ഗ്രാഫൈറ്റ് ടു ഡയമണ്ട് അല്ലെങ്കിൽ ട്രോംബിക് സൾഫർ ടു മോണോക്ലിനിക് സൾഫർ, ഇത്തരത്തിൽ ഒരു അല്ലോട്രോപിക് ഫോമിൽ നിന്ന് മറ്റൊരു അല്ലോട്രോപിക് ഫോമിലേക്കുള്ള കൺവേർഷൻ്റെ എൻതാൽപ്പി ഓഫ് ട്രാൻസിഷൻ അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് ട്രാൻസിഷൻ ഓഫ് അല്ലോട്രോപിക് ഫോംസ് ഡിറ്റർമിൻ ചെയ്യാൻ ഹെസ്സസ് ലോ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്ലിക്കേഷൻ ഓഫ് ഹെസ്സസ് ലോ വെച്ചുള്ള പ്രോബ്ലമാണ് ഒന്നാമത്തെ പ്രോബ്ലം. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് സാധാരണ. കാൽക്കുലേറ്റ് ദി എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ് CO ഫ്രം ദി ഫോളോയിങ് ഡാറ്റ. രണ്ട് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. C സോളിഡ് പ്ലസ് O2 ഗ്യാസ് Q CO2, അതിൻ്റെ ΔH വാല്യൂ -393.3 kJ/mol. രണ്ടാമത്തെ ഇക്വേഷൻ CO ഗ്യാസ് പ്ലസ് ഹാഫ് O2 CO2 ഗ്യാസ്, ΔH -282.8 kJ/mol. ഇത്രയാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഒന്നാമത്തെ പ്രോബ്ലത്തിലെ ക്വസ്റ്റ്യൻ ഇതാണ്. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ് കാണാൻ രണ്ട് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്തിൻ്റെ എൻതാൽപ്പിയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ്, അപ്പോൾ പ്രൊഡക്റ്റ് സൈഡിൽ എന്തുണ്ടാവും? CO ഗ്യാസ് ഉണ്ടാവും. അതാണ് ഉണ്ടാവേണ്ടത്. എന്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്? കാർബണിൽ നിന്നും ഓക്സിജനിൽ നിന്നും. അപ്പോൾ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ്റെ നമുക്കറിയാം എന്താണ്? ഈസ് ദി എൻതാൽപ്പി ചേഞ്ച് വെൻ 1 mole ഓഫ് എ കോമ്പൗണ്ട് ഫോംഡ് ഫ്രം ഇറ്റ്സ് എലമെൻറ്റ്സ് ഇൻ ദർ മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ്. അപ്പോൾ കാർബണിൻ്റെ മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കാർബൺ സോളിഡ് സ്റ്റേറ്റ്, പ്ലസ് ഓക്സിജൻ്റെ മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ O2. ഇവിടെ ഹാഫ് O2 കാരണം CO ആണ്. അപ്പോൾ ബാലൻസ്ഡ് ഇക്വേഷൻ C പ്ലസ് ഹാഫ് O2 ഗീവ്സ് CO. ഇനി നോക്കുക, ഇനി ആ ഇക്വേഷൻ C പ്ലസ് ഹാഫ് O2 ഗീവ്സ് CO എന്നുള്ളതിൻ്റെ ΔH വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഈ മുകളിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഒന്നാമത്തെയും രണ്ടാമത്തെയും ഇക്വേഷൻ ആഡ് ചെയ്യാം, സബ്സ്ട്രാക്ട് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡ് ചെയ്യാം, ഒക്കെ ചെയ്യാം. അങ്ങനെ ചെയ്തിട്ട് എന്ത് കിട്ടണം? ഈ C പ്ലസ് ഹാഫ് O2 ഗീവ്സ് CO എന്നുള്ള ഇക്വേഷൻ കിട്ടണം. അതോടൊപ്പം തന്നെ അതിൻ്റെ ΔH വാല്യൂസും ആഡ് ചെയ്യാം, സബ്സ്ട്രാക്ട് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാൻ, ഡിവൈഡ് ചെയ്യുക ഒക്കെ ചെയ്യാം. ഇവിടെ ചെയ്യുന്നത് അങ്ങനെ കിട്ടാൻ C പ്ലസ് ഹാഫ് O2 ഗീവ്സ് CO എന്നുള്ള ഇക്വേഷൻ കിട്ടാൻ, അതായത് ഒന്നാമത്തെയും രണ്ടാമത്തെയും ഇക്വേഷൻ ചോദ്യത്തിൽ തന്നിട്ടുള്ള ഒന്നാമത്തെയും രണ്ടാമത്തെയും ഇക്വേഷനിൽ നിന്ന് കിട്ടാൻ ഇവിടെ ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് രണ്ടാമത്തെ ഇക്വേഷനാണ് സബ്സ്ട്രാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ്റെ റിയാക്റ്റൻസ് സൈഡ് എഴുതി C പ്ലസ് O2, പിന്നെ മൈനസ് രണ്ടാമത്തെ ഇക്വേഷൻ -CO, രണ്ടാമത്തെ ഇക്വേഷൻ അല്ലേ ആദ്യത്തെ ഭാഗം CO മൈനസ് ഹാഫ് O2. അപ്പോൾ റിയാക്റ്റൻറ്റ് സൈഡ് കഴിഞ്ഞു. ഇനി ആരോ മാർക്ക് ഇട്ടു. ഒന്നിൻ്റെ പ്രൊഡക്റ്റ് സൈഡ് O2 CO2 എഴുതി, മൈനസ് രണ്ടാമത്തിൻ്റെയും പ്രോഡക്റ്റ് സൈഡ് CO2 ആണ്, -CO2. അപ്പോൾ അതിൻ്റെ വലതുഭാഗം ΔH വാല്യൂ എഴുതുമ്പോൾ ഒന്നാമത്തിൻ്റെ ΔH വാല്യൂ -393.3 രണ്ടാമത്തിൻ്റെ ΔH വാല്യൂ -282.8.
അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഭാഗത്ത് നോക്കുക, സി പ്ലസ് O2 മൈനസ് ഹാഫ് O2. O2 മൈനസ് ഹാഫ് O2 എന്ന് പറഞ്ഞാൽ ഒരു O2യിൽ നിന്ന് അര O2 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി അര O2 ഉണ്ടാവും. അതാണ് സി പ്ലസ് ഹാഫ് O2 മൈനസ് CO ഗീവ്സ് CO2 മൈനസ് CO2 എന്ന് പറഞ്ഞാൽ 0. ഇനി നമ്മൾ ആരോ ഗീവ്സ് എന്നുള്ള ആരോ ആയ നമ്മൾ ഈക്വൽ ടു പോലെയാണ് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ മൈനസ് CO ഇടത് ഭാഗത്തുള്ള മൈനസ് CO വലതു ഭാഗത്തേക്ക് പോകുമ്പോൾ CO ആയിട്ട് മാറും. അപ്പോൾ ഇക്വേഷൻ എങ്ങായിട്ട് മാറും? സി പ്ലസ് ഹാഫ് O2 ഗീവ്സ് CO എന്ന് കിട്ടും. മൈനസ് 393.3 മൈനസ് 282.8 എന്നുള്ളതിനെ നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക മൈനസ് 110.5 കിലോ ജൂൾ പെർ മോൾ എന്നാണ്. അപ്പോൾ അതിൻ്റെ ഡെൽറ്റ എച്ച് വാല്യൂ എത്രയാണ്? മൈനസ് 110.5 കിലോ ജൂൾ പെർ മോളാണ്. ഇങ്ങനെയാണ് ഹെസ്സസ് ലോ അപ്ലൈ ചെയ്തിട്ട് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പ്രോബ്ലം 2 ബേസ്ഡ് ഓൺ ഹെസ്സസ് ലോ ആപ്ലിക്കേഷൻ. ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദി എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് മീഥെയിൻ. നേരത്തെ പറഞ്ഞ അതേപോലുള്ള ക്വസ്റ്റ്യൻ ആണ്. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CH4 ഫ്രം ദി ഫോളോയിങ് ഡാറ്റ. 3 ഇക്വേഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഒന്ന് സി പ്ലസ് O2 ഗീവ്സ് CO2 ഡെൽറ്റ എച്ച് ഇസിക്കൽ ടു മൈനസ് 393.7 കിലോ ജൂൾ പെർ മോൾ. രണ്ടാമത്തെ ഇക്വേഷൻ H2 പ്ലസ് ഹാഫ് O2 ഗീവ്സ് H2O ഡെൽറ്റ എച്ച് മൈനസ് 285.8 കിലോ ജൂൾ പെർ മോൾ. മൂന്നാമത്തെ ഇക്വേഷൻ CH4 പ്ലസ് 2O2 ഗീവ്സ് CO2 പ്ലസ് 2H2O ഡെൽറ്റ എച്ച് മൈനസ് 890.4 കിലോ ജൂൾ പെർ മോൾ. ഇതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് എഴുതണം? ഇക്വേഷൻ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ്റെ ഓഫ് മീഥെയിൻ്റെ ഇക്വേഷൻ എഴുതണം. ദെൻ സി പ്ലസ് 2H2 ഗീവ്സ് CH4. അതാണ് അതിൻ്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. സി പ്ലസ് 2H2 ഗീവ്സ് CH4. നമുക്ക് അതിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി ആ ഇക്വേഷനിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം, അഡീഷൻ ചെയ്യാം, സബ്സ്ട്രാക്ഷൻ ചെയ്യാം, ഡിവിഷൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം ചെയ്യുന്ന ഇക്വേഷൻ 2നെ H2 പ്ലസ് ഹാഫ് O2 ഗീവ്സ് H2O എന്നുള്ളതിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കാരണം നമുക്ക് H2 എന്ന് വരണം. ലെഫ്റ്റ് സൈഡിൽ 2H2 എന്ന് വരണം. എൻതാൽപ്പി ഓഫ് ഫോർമേഷനിൽ സി പ്ലസ് 2H2 എന്നാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷനിൽ H2 എന്നുള്ളൂ. അപ്പോൾ 2 കൊണ്ട് ആ ഇക്വേഷനെ മൊത്തം മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഇക്വേഷൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ H2 2H2 ആവും. ഹാഫ് O2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ O2 ആവും. ഗീവ്സ് 2H2O എന്ന് വരും. നോക്കുക പിന്നെ ചെയ്യുന്നത് ആ ഒന്നാമത്തെ ഇക്വേഷൻ ഈ മൂന്നാമത്തെ ഇക്വേഷനുമായ ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും കൂടി ആഡ് ചെയ്യാണ്. ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തും കൂടി ആഡ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് മൂന്നാമത്തെ ഇക്വേഷൻ സബ്സ്ട്രാക്റ്റ് ചെയ്യാണ്. ഏതാണ് കൊടുത്തിട്ടുണ്ട്? ദാറ്റ് ഈസ് ഇക്വേഷൻ 1 പ്ലസ് 2 ഇൻറ്റു ഇക്വേഷൻ 2 മൈനസ് 3. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ അതേപോലെ എഴുതുകയാണ് സി പ്ലസ് O2. അതേപോലെ അതിൻ്റെ ലെഫ്റ്റ് പാർട്ട് മാത്രമാണ് എഴുതുന്നത് സി പ്ലസ് O2. പിന്നെ എന്ത് ചെയ്യണം? പ്ലസ് 2 ഇൻറ്റു ഇക്വേഷൻ 2. അപ്പോൾ എന്തായി? പ്ലസ് 2H2 പ്ലസ് O2. പിന്നെന്ത് ചെയ്യണം? മൈനസ് ചെയ്യാണ്. മൂന്നാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യാണ്. മൈനസ് CH4 മൈനസ് 2O2 ഗീവ്സ്. ഇനി റൈറ്റ് ഹാൻഡ് സൈഡാണ്. ഒന്നാമത്തെ ഇക്വേഷനിൽ CO2, അതിനോടുകൂടി രണ്ടാമത്തെ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡ് 2H2O. ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിനോട് കൂടി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2H2O മൈനസ് CO2 മൈനസ് 2H2O മൂന്നാമത്തെ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡ്. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? ഒന്നാമത്തെ ഇക്വേഷന് ഡെൽറ്റ എച്ച് മൈനസ് 393.7 പ്ലസ് 2 ഇൻറ്റു മൈനസ് 285.8 മൈനസ് 890.4. അപ്പോൾ നമുക്ക് സി പ്ലസ് 2H2 മൈനസ് CH4 ഗീവ്സ് 0 എന്ന് കിട്ടും. റൈറ്റ് സൈഡ് നോക്കുക. CO2 മൈനസ് CO2, 2H2O മൈനസ് 2H2. അതൊക്കെ ക്യാൻസൽ ആയി പോകും. റൈറ്റ് സൈഡ് ആരോയുടെ റൈറ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡിൽ സി ഉണ്ട്, പിന്നെ O2 ഉണ്ട്. O2 പ്ലസ് O2 മൈനസ് 2O2 ഉണ്ട്. അത് നമ്മൾ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ പിന്നെ എന്തേ ഉണ്ടാവുള്ളൂ? സി പ്ലസ് 2H2 മൈനസ് CH4 ഗീവ്സ് 0. അപ്പോൾ പിന്നെ ഡെൽറ്റ എച്ച് വാല്യൂ അപ്പോൾ എത്ര ആയിരിക്കും?
അതിൻ്റെ മുകളിൽ കൊടുത്ത ഇതിൻ്റെ സൊല്യൂഷൻ -74.9 കിലോ ജൂൾ പെർ മോൾ എന്നായിരിക്കും. അതായത് 393.7 + 2 × -285.8 -890.4 എന്നുള്ളതിൻ്റെ ആൻസർ -74.9 എന്നാണ്. നോക്കുക, അപ്പോൾ നമുക്ക് ആ -CH4 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ C+2H2 gives CH4. delta H is equal to -74.9 കിലോ ജൂൾ എന്ന് ആൻസർ കിട്ടും. ഇങ്ങനെയാണ് SS ലോ ഉപയോഗിച്ച് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എൻതാൽപ്പീസ് ഫോർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിയാക്ഷൻ. ഒന്നാമത്തത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ΔCH0 എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. Standard enthalpy of combustion is defined as the enthalpy change when 1 mole of a substance when it undergoes combustion and all the reactant and products are in their standard state at a specified temperature. Excess oxygen presence 1 mole compound അല്ലെങ്കിൽ 1 mole substance കമ്പസ്റ്റന് വിധേയമാകുന്ന സമയത്ത് ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ചിനെയാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ΔCH0 എന്ന് പറയുന്നത്. എക്സാമ്പിൾസ്: കുക്കിംഗ് ഗ്യാസ് ഇൻ എ സിലിണ്ടേഴ്സ് contains mostly butane. During complete combustion of 1 mole of butane 2658 kilojoule of heat is released. അപ്പോൾ അതാണ് അതിൻ്റെ എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ. Combustion of glucose gives out 2802 kilojoule per mole of heat. Our body also generates energy from the food by the same overall process as combustion. അപ്പോൾ ഒരു മോൾ കോമ്പൗണ്ട്സ് ബ്യൂട്ടൈൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ ഗ്ലൂക്കോസിൻ്റെ പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് ഇതുപോലെ ഒരു മോൾ കോമ്പൗണ്ട് കമ്പസ്റ്റന് വിധേയമാകുന്ന സമയത്ത് ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ചിനെയാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ എന്ന് പറയുന്നത്. എൻതാൽപ്പി ഓഫ് അറ്റമൈസേഷൻ. എൻതാൽപ്പി ഓഫ് അറ്റമൈസേഷൻ ഇസ് ദി എൻതാൽപ്പി ചേഞ്ച് when breaking 1 mole of bonds completely to obtain atoms in the gaseous phase. ഒരു മോൾ ബോണ്ടുകൾ ഒരു മോളിക്യൂളിലെ ആറ്റങ്ങൾ തമ്മിലുള്ള 1 മോള് ബോണ്ട് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് ഗ്യാസസ് സ്റ്റേറ്റിലുള്ള ആറ്റംസ് ആയിട്ട് മാറുന്ന സമയത്തുണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ചിനെയാണ് എൻതാൽപ്പി ഓഫ് അറ്റമൈസേഷൻ എന്ന് പറയുക. ΔAH0 എന്നാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. H2 ഗ്യാസ് 2 ഹൈഡ്രജൻ ആറ്റംസ് ആയിട്ട് മാറുകയാണ്. ആ സമയത്ത് ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച്, അതാണ് എൻതാൽപ്പി ഓഫ് അറ്റമൈസേഷൻ 435 kilojoule per mole. In case of diatomic molecules, the enthalpy of atomization is also bond dissociation enthalpy. Diatomic molecule എന്ന് പറഞ്ഞാൽ 2 ആറ്റംസ് മാത്രമുള്ള മോളിക്യൂൾസിനെ ഡയറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയുക. ഡയറ്റോമിക് മോളിക്യൂൾസിൻ്റെ കേസിൽ എൻതാൽപ്പി ഓഫ് അറ്റമൈസേഷൻ ഈസ് ഈക്വൽ ടു ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിയാണ്, അല്ലെങ്കിൽ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി അല്ലെങ്കിൽ ബോണ്ട് എൻതാൽപ്പിയാണ്. സോളിഡ് ടു ഗ്യാസ്, സോഡിയം സോളിഡ് സ്റ്റേറ്റിൽ സോഡിയം ഗ്യാസ് സ്റ്റേറ്റിൽ സോഡിയം ആകുന്ന സമയത്തുള്ള ആ എൻതാൽപ്പി ചേഞ്ചിനെയും നമ്മൾ എൻതാൽപ്പി ഓഫ് അറ്റമൈസേഷൻ എന്ന് പറയും. ഇപ്പോൾ സോഡിയത്തിൻ്റെ കേസിൽ സോളിഡിൽ നിന്ന് ഗ്യാസിലേക്ക് കൺവേർട്ട് ചെയ്യാണ്, സബ്ലിമേഷനാണ്. 1.4 കിലോജൂൾ പെർ മോളാണ്. അവിടെ അത്തരം കേസിൽ എൻതാൽപ്പി ഓഫ് അറ്റമൈസേഷൻ ഈസ് സെയിം ആസ് ദി എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ. ബോണ്ട് എൻതാൽപ്പി ഡെൽറ്റ ബോണ്ട് H0 നമുക്ക് 2 തരത്തിൽ പറയാം. ഇറ്റ് ക്യാൻ ബി ഓഫ് 2 ടൈപ്സ്. ഒന്ന് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം, അതായത് ഡയറ്റോമിക് മോളിക്യൂൾസിൻ്റെ കേസിലാണ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിയും ബോണ്ട് എൻതാൽപ്പിയും അല്ലെങ്കിൽ അറ്റോമൈസേഷനും ഒന്നാവുന്നത്. രണ്ടാമത്താണ് മീൻ ബോണ്ട് എൻതാൽപ്പി. അപ്പോൾ ബോണ്ട് എൻതാൽപ്പി തന്നെ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ആവും ഡയറ്റോമിക് മോളിക്യൂൾസിൻ്റെ കേസിൽ. പോളി അറ്റോമിക് മോളിക്യൂൾസിൻ്റെ കേസിലാണെങ്കിൽ അത് മീൻ ബോണ്ട് എൻതാൽപ്പി ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. ദി ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഈസ് ദി ചേഞ്ച് ഇൻ എൻതാൽപ്പി when 1 mole of covalent bonds of a gaseous covalent compound is broken to form product in the gaseous phase. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എൻതാൽപ്പി ഓഫ് അറ്റമൈസേഷൻ പറഞ്ഞ സമയത്ത് സെയിം കാര്യം തന്നെയാണ് ഇവിടെ എപ്പോഴും ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ ഡയറ്റോമിക് മോളിക്യൂൾസിൻ്റെ കേസിലാണ്. ഹൈഡ്രജൻ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 435 കിലോജൂൾ പെർ മോളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു എൻതാൽപ്പി ഓഫ് അറ്റമൈസേഷനും
ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിയും ഡയറ്റമിക് മോളിക്യൂൾസിൻ്റെ കേസിൽ സെയിം ആയിരിക്കും. മീൻ ബോണ്ട് എൻതാൽപ്പി. ഇൻ മീഥെയ്ൻ all the 4 carbon hydrogen bonds are identical in bond length and energy. However, the energies required to break the individual CH bond in each successive steps differ. മീഥൈനിലെ നമുക്കറിയാം CH4 ആണ് മീഥൈന് 4 CH ബോണ്ടാണുള്ളത്. ആ 4 CH ബോണ്ടിൻ്റെയും ബോണ്ട് ലെങ്ത്തും ബോണ്ട് എനർജിയൊക്കെ സെയിം ആണ്. പക്ഷേ ആദ്യത്തെ CH4ലെ ആദ്യത്തെ CH ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായ എനർജിയും രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും CH ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജിയും ഡിഫറൻ്റ് ആണ്. എക്സാമ്പിൾ നോക്കുക, CH4 CH3 ആയിട്ട് മാറുന്നു, ഒരു ഹൈഡ്രജൻ നഷ്ടപ്പെട്ട്. ആ സമയത്തുണ്ടാവുന്ന ഡെൽറ്റ CH കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബോണ്ട് എൻതാൽപ്പി 427 കിലോ ജൂളാണ്. എന്നാൽ CH3യിൽ നിന്ന് CH3യിൽ നിന്ന് ഒരു ഹൈഡ്രജൻ നഷ്ടപ്പെട്ട് CH2+H ആകുന്ന സമയത്ത് ഉണ്ടാകുന്ന ബോണ്ട് എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 371 കിലോ ജൂൾ പെർ മോളാണ്. അങ്ങനെ ഓരോ ബോണ്ട് എൻതാൽപ്പിയും അല്ലെങ്കിൽ ഓരോ ബോണ്ടും കാർബൺ ഹൈഡ്രജൻ ബോണ്ടും മീഥൈനിൽ ബ്രേക്ക് ചെയ്യാൻ 4 ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായ എനർജി ഡിഫറൻ്റ് ആണ്. അതിൻ്റെ സം എടുക്കുകയാണെങ്കിൽ ഇത് എൻതാൽപ്പി ചേഞ്ച് ഫോർ ദ റിയാക്ഷൻ ഈസ് 1646 കിലോ ജൂളാണ് വരുന്നത്. മൊത്തം 4 ബോണ്ട് ബ്രേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള എനർജി. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു CH ബോണ്ട് എൻതാൽപ്പി കാണാൻ വേണ്ടി ചെയ്യുന്നത് അവിടെ ആവറേജ് എടുക്കുകയാണ്. അതിന് 1646 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 412 കിലോ ജൂൾ പെർ മോൾ എന്ന് കിട്ടും. അപ്പോൾ 412 എന്നുള്ളതാണ് CH4ലെ CH ബോണ്ട് എൻതാൽപ്പി ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അത് നമുക്ക് ഇൻഡിവിജ്വൽ ഓരോ ബോണ്ടും ബ്രേക്ക് ചെയ്യുമ്പോൾ അങ്ങനെ വാല്യൂ കിട്ടില്ല, ഡിഫറെൻറ്റ് വാല്യൂസാണ് കിട്ടുക. അതിൻ്റെ സം എടുത്ത് അതിൻ്റെ ആവറേജ് ആണ് നമ്മൾ ബോണ്ട് എൻതാൽപ്പി ആയിട്ട് പോളി അറ്റോമിക് മോളിക്യൂളിൻ്റെ കേസ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ പോളി അറ്റോമിക് മോളിക്യൂൾസിലെ ബോണ്ട് എൻതാൽപ്പിയെ മീൻ ബോണ്ട് എൻതാൽപ്പി എന്ന് പറയാനുള്ള കാരണം. എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡെൽറ്റ സോൾ എച്ച് എന്നാണ്, SOL സൊല്യൂഷൻ എന്നുള്ളത്. Enthalpy of solution of a substance is the enthalpy change when 1 mole of solute dissolved in a specified amount of solvent. 1 മോൾ സൊല്യൂട്ട് സ്പെസിഫിക് എമൗണ്ട് ഓഫ് സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചിനെയാണ് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ദി എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ ഈസ് ദി എൻതാൽപ്പി ചേഞ്ച് observed on dissolving the substance in infinite amount of solvent when the interaction between the ions are negligible. ഇൻഫിനിറ്റ് ഡയലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇൻഫിനിറ്റ് എമൗണ്ട് ഓഫ് സോൾവെൻറ്റിൽ ഒരു പ്രത്യേക എമൗണ്ട് സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യുന്ന സമയത്തുള്ള എൻതാൽപ്പിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള എൻതാൽപ്പി ചേഞ്ചിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ ഇൻഫിനിറ്റ് ഡയലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റ് എമൗണ്ട് ഓഫ് സോൾവെൻറ്റിൽ സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് ആണ്. അവിടെ അയോൺസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻസ്, സൊല്യൂട്ട് മോളിക്യൂൾസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ നെഗ്ലിജിബിൾ ആയിരിക്കും. എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ ഫോർ അയോണിക് കോമ്പൗണ്ട്സ്. when an ionic compound dissolves in a solvent, ഒരു അയോണിക് കോമ്പൗണ്ട് ഒരു സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് ആ അയോൺസ് എന്ത് ചെയ്യും, അതിൻ്റെ ഓർഡേർഡ് പൊസിഷൻ അല്ലെങ്കിൽ ഒരു ക്രിസ്റ്റൽ ലാറ്റിസിലാണ് അയോൺസ് ഉണ്ടാവുക. ആ ക്രിസ്റ്റൽ ലാറ്റിസിൽ നിന്ന് ആ ഓർഡർ പൊസിഷനിൽ നിന്ന് അത് പുറത്തു പോകും. അതോടുകൂടി അതോടൊപ്പം തന്നെ എന്ത് സംഭവിക്കും, ദീസ് ആർ നൗ മോർ ഫ്രീ ഇൻ സൊല്യൂഷൻ ബട്ട് സോൾവേഷൻ ഓഫ് ദീസ് അയോൺസ് ആൾസോ ഒക്കേഴ്സ് അറ്റ് ദി സെയിം ടൈം. അതായത് രണ്ട് കാര്യങ്ങൾ അവിടെ നടക്കും. ഒരു അയോണിക് കോമ്പൗണ്ട് ഒരു സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് ഒന്ന് അതിൻ്റെ ക്രിസ്റ്റൽ ലാറ്റിസിൽ നിന്ന് പുറത്തേക്ക് പോകും. അതോടൊപ്പം തന്നെ ഈ പുറത്തേക്ക് പോകുന്ന ഫ്രീ ആയിട്ടുള്ള അയോൺസ് ഈ സോൾവെൻറ്റുമായിട്ട് ഒരു സോൾവെൻറ്റുമായിട്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ബോണ്ട് പോലെയുള്ള എഫക്റ്റ് ഫോം ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു അയോണിക് കോമ്പൗണ്ടിൻ്റെ എൻതാൽപ്പി ചേഞ്ച്, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ചേഞ്ച് ഓഫ് സൊല്യൂഷനെ നമുക്ക് എങ്ങനെ എഴുതാം? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ ഈക്വൽ ടു ലാറ്റിസ് എൻതാൽപ്പി പ്ലസ് ഹൈഡ്രേഷൻ എൻതാൽപ്പി എന്ന് എഴുതാം. അപ്പം എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ എന്തിന് ഈക്വൽ ആയിരിക്കും? ലാറ്റിസ് എൻതാൽപ്പിക്കും ഹൈഡ്രേഷൻ എൻതാൽപ്പിയുടെയും സമ്മിന് ഈക്വൽ ആയിരിക്കും. ലാറ്റിസ് എൻതാൽപ്പി. ദ ലാറ്റിസ് എൻതാൽപ്പി ഓഫ് an ionic compound is the enthalpy change which occurs when one mole of an ionic compound dissociate into its ions in gaseous state.
ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻതാൽപ്പി ചേഞ്ചാണ്. എപ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചാണ്? ഒരു മോള് അയോണിക് കോമ്പൗണ്ട് അതിൻ്റെ ഗ്യാസിയസ് സ്റ്റേറ്റിലുള്ള അയോൺസ് ആയിട്ട് മാറുന്ന സമയത്തുണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച്. ഉദാഹരണത്തിന് NaCl സോഡിയം ക്ലോറൈഡ് അയോണിക് കോമ്പൗണ്ടാണ്. ഒരു മോൾ സോഡിയം ക്ലോറൈഡ് Na+ ഗ്യാസും Cl- ഗ്യാസുമായിട്ട് മാറുന്ന സമയത്തുണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചിനെയാണ് ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുന്നത്. Since it is impossible to determine the lattice enthalpies directly by experiment, we can use an indirect method where we construct an enthalpy diagram called Born-Haber cycle. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ലാറ്റിസ് എൻതാൽപ്പി ഒരിക്കലും ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. നമ്മൾ ഒരു എൻതാൽപ്പി ഡയഗ്രം കൺസ്ട്രക്റ്റ് ചെയ്തിട്ട് അതിൽ നിന്നാണ് ലാറ്റിസ് എൻതാൽപ്പി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ കൺസ്ട്രക്ട് ചെയ്യുന്ന എൻതാൽപ്പി ലാറ്റിസ് എൻതാൽപ്പി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി, കണ്ടെത്താൻ വേണ്ടി, ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി കൺസ്ട്രക്റ്റ് ചെയ്യുന്ന എൻതാൽപ്പി ഡയഗ്രത്തെ പറയുന്ന പേരാണ് ബോൺ-ഹേബർ സൈക്കിൾ. ബോൺ-ഹേബർ സൈക്കിൾ വരയ്ക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട്. സോഡിയം ക്ലോറൈഡും പൊട്ടാസ്യം ക്ലോറൈഡുമാണ് സാധാരണ ചോദിക്കാറുള്ളത്. ഒന്ന് പഠിച്ചു വെക്കുക. അതിൽ Na മാറ്റി K എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സോഡിയം ക്ലോറൈഡിൻ്റെ പകരം പൊട്ടാസ്യം ക്ലോറൈഡിൻ്റെ എൻതാൽപ്പി ഡയഗ്രം അല്ലെങ്കിൽ ബോൺ-ഹേബർ സൈക്കിൾ വരയ്ക്കാൻ പറ്റും. നമുക്ക് അവിടെ നടക്കുന്ന പ്രോസസ്സ്, ഏറ്റവും അടിയിലെ ലൈനിലായിട്ട് സോഡിയം ക്ലോറൈഡ് സോളിഡ് സ്റ്റേറ്റ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ടോപ്പിലുള്ള ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Na+ ഗ്യാസും Cl ഗ്യാസുമാണ്. അതിൻ്റെ വലത് ഭാഗത്ത് കാണുന്നതാണ്, വലത് ഭാഗത്ത് നേരെ താഴെ കാണുന്നതാണ് Na+ ഗ്യാസും Cl- ഗ്യാസും. അപ്പോൾ ഈ NaCl സോളിഡ് Na+ ഗ്യാസും Cl- ഗ്യാസും ആവുന്ന സമയത്തുണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചാണ് ലാറ്റിസ് എൻതാൽപ്പി. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് സോഡിയം ക്ലോറൈഡ് സോഡിയവും അതേപോലെ ½ ആയിട്ട് മാറുന്ന എൻതാൽപ്പി ചേഞ്ച്, അത് നമുക്ക് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയാം. ആ സോഡിയം Na സോളിഡ് എന്തായിട്ട് മാറുകയാണ്? അടുത്ത ഘട്ടത്തിൽ Na ഗ്യാസ് ആയിട്ട് മാറുകയാണ്. അത് നമുക്ക് എൻതാൽപ്പി ഓഫ് അറ്റമൈസേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ എന്ന് പറയാം. രണ്ടും ഒന്ന് തന്നെയാണ്. അതേപോലെ പിന്നെ നടക്കുന്നത് ½ Na ഗ്യാസ് പ്ലസ് ½ എന്നുള്ളതിൽ Na ഗ്യാസ് എന്തായിട്ട് മാറുകയാണ്? Na+ ഗ്യാസ് ആയിട്ട് മാറുകയാണ്. അതിന് നമ്മൾ എൻതാൽപ്പി ഓഫ് അയണൈസേഷൻ അല്ലെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയാം. സോഡിയം അയോൺ ആയിട്ട് മാറുകയാണ്. അടുത്തതിൽ നടക്കുന്നത് ക്ലോറിനാണ് ചേഞ്ച് വരുന്നത്. ഇതുവരെ ചേഞ്ചസ് മുഴുവൻ നടന്നത് സോഡിയം സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്യാസ് സ്റ്റേറ്റിലേക്ക് മാറി, ഗ്യാസ് സ്റ്റേറ്റിൽ നിന്ന് അയോൺസ് ആയിട്ട് മാറി. ഇനി Cl2 അവിടെ മോളിക്യൂളാണ്. ആ Cl2 എന്തായിട്ട് മാറുകയാണ്? ആറ്റമായിട്ട് മാറുക, Cl ആയിട്ട് മാറുകയാണ്. അപ്പോൾ അവിടെ എൻതാൽപ്പി ഓഫ് അറ്റമൈസേഷൻ ആണ്, Na+ ഗ്യാസ് പ്ലസ് Cl ഗ്യാസ്. ഇനി ആ Cl ഗ്യാസ് എന്തായിട്ട് മാറുകയാണ്? Cl- ഗ്യാസ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ എൻതാൽപ്പി ഓഫ് ഇലക്ട്രോൺ ഗെയിൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആണ് അവിടെ. Cl- ആയിട്ട് മാറുന്ന സമയത്ത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ് നടക്കുന്നത്. ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് ഹെസ്സസ് ലോ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ലാറ്റിസ് എൻതാൽപ്പി കാൽക്കുലേറ്റ് ചെയ്യാം. ബോൺ-ഹേബർ സൈക്കിളിലെ സ്റ്റെപ്പുകളാണ് പറയുന്നത്. അതിൽ സ്റ്റെപ്പ് 1 സബ്ലിമേഷൻ ഓഫ് സോഡിയം മെറ്റൽ. സബ്ലിമേഷൻ ഓഫ് സോഡിയം മെറ്റൽ എന്ന് പറഞ്ഞാൽ സോഡിയം സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് സോഡിയം ഗ്യാസ് ആയിട്ട് മാറുന്ന പ്രോസസ്സ്. അതിൻ്റെ എൻതാൽപ്പി ചേഞ്ച് 108.4 kJ/mol. സ്റ്റെപ്പ് 2 ദി അയണൈസേഷൻ ഓഫ് സോഡിയം ആറ്റം. ഗ്യാസ് സ്റ്റേറ്റിലെ സോഡിയം ആറ്റം ഗ്യാസ് സ്റ്റേറ്റിലെ സോഡിയം അയോൺ ആയിട്ട് മാറുന്ന അയണൈസേഷൻ എൻതാൽപ്പി ∆IH0 496 kJ/mol. സ്റ്റെപ്പ് 3 the dissociation of chlorine molecule to form chlorine atom. Cl2 Cl ഗ്യാസ് ആയിട്ട് മാറുന്ന ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി അല്ലെങ്കിൽ ബോണ്ട് എൻതാൽപ്പിക്കാണ് ഈക്വലാണ്. Cl2 ഗ്യാസ് gives 2Cl 1/2 ബോണ്ട് എൻതാൽപ്പി delta bond H0 is equal to 121 kJ/mol. Step 4 formation of Cl- ion.
Cl ഗ്യാസിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഗ്യാസ് ഒരു ഇലക്ട്രോൺ സ്വീകരിച്ച് Cl മൈനസ് ഗ്യാസ് ആയിട്ട് മാറും. ഇലക്ട്രോൺ ഗെയിൻ ആണ് അവിടെ നടക്കുന്നത്. ഇപ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഡെൽറ്റ EgH0 = -348.6 kJ/mol. സ്റ്റെപ്പ് 5 ഫോർമേഷൻ ഓഫ് ക്രിസ്റ്റൽ ലാറ്റിസ് ഓഫ് സോഡിയം ക്ലോറൈഡ്. Na പ്ലസും ഗ്യാസ് പ്ലസ് Cl മൈനസ് ഗ്യാസ് എന്തായിട്ട് മാറുകയാണ്? NaCl സോളിഡ് ആയിട്ട് മാറുകയാണ്. അതിൻ്റെ ലാറ്റിസ് എന്താൽപ്പി അല്ലെങ്കിൽ ഡെൽറ്റ ലാറ്റിസ് H0 ആണ് നമ്മൾ ഇതിൽ നിന്ന് കണ്ടെത്തുന്നത്. ലാറ്റിസ് എന്താൽപ്പി ക്യാൻ ബി ഡിറ്റർമിൻഡ് ബൈ സബ്സ്ട്രാക്റ്റിംഗ് ദി എന്താൽപ്പീസ് ഓഫ് ദി സ്റ്റെപ്പ് 1 to 4 ഫ്രം ദി എന്താൽപ്പി ഓഫ് ഫോർമേഷൻ. എന്താൽപ്പി ഓഫ് ഫോർമേഷൻ്റെ സ്റ്റെപ്പിൽ നിന്ന് ബാക്കിയുള്ള 4 സ്റ്റെപ്പുകളും സബ്സ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാറ്റിസ് എന്താൽപ്പി ഓഫ് സോഡിയം ക്ലോറൈഡ് കിട്ടും.